ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു തിങ്കളാഴ്ചത്തെ മോർണിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. തിങ്കളാഴ്ച ആവുന്ന സമയത്ത് ഒരു ഫ്രഷ് സ്റ്റാർട്ടാണല്ലേ എല്ലാവർക്കും തന്നെ. ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിലും ഇനി വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിലും എല്ലാവർക്കാണെങ്കിലും തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണല്ലോ. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് കുറച്ച് തിരക്കുണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ച എടുത്ത വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ അല്ലൂന് ആ സമയത്ത് സ്കൂളിൽ ആനുവൽ ഡേൻ്റെ പ്രോഗ്രാമിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രാക്ടീസും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് അവന് നേരത്തെ പോകണ്ട. സ്കൂൾ നോർമൽ സ്കൂളിലാണെങ്കിൽ അവന് 7:15 ആകുമ്പോൾ സ്കൂളിലെത്തണം, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ അവിടെ നിന്ന് തന്നെ. പക്ഷേ ഇന്ന് പ്രാക്ടീസ് ആയതുകൊണ്ട് അവർക്ക് 9:30 ആകുമ്പോൾ അവിടെ എത്തിയാൽ മതി. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അവന് ഞാൻ വേഗം ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് എൻ്റെ വ്ളോഗ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എനിക്ക് നോൽമ്പായതുകൊണ്ട് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാനൊന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാറുണ്ട്, പതിവാണേ. തിങ്കളും വ്യാഴവും മാത്രം, ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കുളിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറച്ചങ്ങ് ലേറ്റായിപ്പോയി. ഞാനത് ചപ്പാത്തിക്കൊക്കെ മാവൊക്കെ റെഡിയാക്കി വെക്കുമ്പോഴത്തേക്ക് അതൊക്കെ കണ്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, കൺമണി. അപ്പോൾ ഇത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അവൾക്ക്. ചപ്പാത്തി ആണെങ്കിൽ ഇവിടെ കൗണ്ടർ ടോപ്പിൽ കയറിയിരിക്കണം, ചപ്പാത്തീൻ്റെ ഉരുള കിട്ടണം, ഉരുട്ടണം, പരത്തണം, പല പല കാര്യങ്ങളുമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും വെച്ചാൽ ചെറിയ 2 ഉരുള കയ്യിൽ കൊടുക്കും മാവിൽ നിന്ന്. അത് നമ്മുടേതല്ലാത്ത അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുത് 2 കൊടുക്കും. എന്നാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. തരൂല എന്നൊക്കെ പറഞ്ഞ് വെറുപ്പിക്കുകയാണെങ്കിൽ പിന്നെ കരച്ചിലും പിഴിച്ചിലൊക്കെ ആവും, പിന്നെ ഫുൾ ഡേ കരച്ചിലായിരിക്കും. അതുകൊണ്ട് മുഷിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ 2 ഉരുള കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങും ബീൻസും ക്യാരറ്റും വലിയുള്ളിയും പിന്നെ ചെറിയൊരു പച്ചമുളകിൻ്റെ കഷ്ണം, ഇത്രയും സാധനങ്ങളൊക്കെയാണ്. 2 വിസിൽ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണേ. ലാസ്റ്റ് കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവന് തിരക്കായതുകൊണ്ട് ചാറ് കുറുകാനൊന്നും നേരം ഉണ്ടായില്ല, ഒന്നും കൂടി കുറുകി വരണമായിരുന്നു. ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രേവി കൂടുതലാണ്. അപ്പോൾ ആയപ്പോഴേക്ക് തന്നെ അവൻ വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് തരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു തകൃതിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സാവധാനത്തിലിരുന്ന് ഞാനും എൻ്റെ ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം ഉച്ചക്കത്തേക്കുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെയാണ് രാവിലത്തെ കലാപരിപാടികൾ. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്.